ഹലോ ഗായ്സ്, ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ ഈ എന്താ കാണിച്ചു കൂട്ടണമെന്നല്ലേ, അതൊക്കെ തന്നെ നമ്മളെ വീട് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ നമ്മളത് ബെഡ്റൂമിൽ നിന്നിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമി അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. കണ്ടില്ലേ, കിടക്കുന്ന കിടത്തം കണ്ടില്ലേ, ഫുള്ള് ടോയ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. എന്റെ വിശപ്പ് മാറി, ഞാൻ പൊക്കോട്ടെ. എന്റെ വിശപ്പ് മാറി, നിന്റെ പേരെന്താ? കുഞ്ഞു മക്കളുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. എന്നെപ്പോലെ എല്ലാ അമ്മമാർക്കും അറിയുന്ന ഒരു കാര്യമാണ് വീട് അലങ്കോലപ്പെടാൻ ഈ മക്കൾ മതി എന്നുള്ളത്. പക്ഷേ അവരുണ്ടെങ്കിൽ വീട് വീടാവുള്ളൂ അല്ലേ. അപ്പം ഞാൻ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ പണിക്ക് നിൽക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആമിയുടെ ടോയ്സും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. പിന്നെ കുറേ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ അങ്ങനെ നിന്നു. ആമിയാണെങ്കിൽ കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ. അവളെ അങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ല, കാരണം വാതിലൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവളെ ഇറങ്ങിപ്പോവും. അങ്ങനെ 2-3 വട്ടം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം 2 വാതിൽ അടച്ചിട്ടിട്ടാണ് അവളെ TV കാണാനാണെങ്കിൽ ഇരുത്താറ്. അപ്പോൾ കണ്ടില്ല, ആമിയുടെ ആനക്കുട്ടൻ അടുത്തുനിന്ന് തല ഇങ്ങനെ ആട്ടുന്നുണ്ട്. ഇന്നലെ വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം അതിനൊന്നും നോക്കുന്നു കൂടി ഇല്ല. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ആമീൻ്റെ സ്കേറ്റിംഗ് ബോർഡ് കിടക്കുന്നത്. അത് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിക്കറൊക്കെ ആമി ഇളക്കി കളഞ്ഞിട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആമിക്ക് എന്താ ഈ കളിപ്പാട്ടങ്ങളിൽ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബുക്ക്, പെന്ന്, പേപ്പർ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അത് എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആമി അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി. ഈ കാണുന്ന ജീപ്പിലുള്ളതൊക്കെ ആമിയുടെ ടോയ്സാണ്. ആമിയാണെങ്കിൽ അത് ഓടിക്കാറോ അങ്ങനത്തെ ഒന്നുമില്ല, അതിങ്ങനെ അവിടെ കിടക്കാറാണ്. ഒരു സ്ഥലം മുടക്കി പോലെയാണ് അതിരിക്കാറ്. അങ്ങനെ ഞാനിങ്ങനെ സ്പീഡിൽ പണിയെടുക്കുകയല്ല കേട്ടോ. ഞാൻ 7Xലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്രയും ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ വളരെ പതുക്കെയാണ് പണിയൊക്കെ എടുക്കുന്നത്. പിന്നെ എന്താണ്, ആമി പറഞ്ഞ മാതിരി അവിടെ ഇരുന്നിട്ട് നല്ല പൊട്ടിത്തെറുപ്പാണ്. അപ്പോൾ അവളെ ശ്രദ്ധിക്കുകയും വേണം. കുറേ തുണികളും മടക്കാനുണ്ട്. 2 ദിവസമൊക്കെ കൂടുമ്പോഴാട്ടോ ഞാൻ തുണി മടക്കാറ്. എനിക്ക് തുണി മടക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഇന്ന് അതൊക്കെ മടക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു മണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയാവുമെന്ന് എനിക്കും അറിയാം, കാണുന്ന നിങ്ങൾക്കും അറിയാം, ആമിക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ റൂം ഇതാണ്. റൂമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവളിപ്പോൾ ഇതിനകത്തേക്ക് കയറിയാൽ ആന കരിമ്പും കാട്ടി കയറി മരുത്ത അവസ്ഥയാണ്. ആ കളറുള്ള ബോക്സൊക്കെ അവളാകെ മറിച്ചിട്ട് വൃത്തിയേടാക്കും. ഇനി അടുക്കളയിലേക്ക് പോകാം. ഇതിൻ്റെ ഇടയിൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ഓണൊക്കെ ആക്കി എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, സീ യു.